ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. iPhone 13 സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. iPhone 13 സീരീസ് ഫോണുകൾ മാത്രമല്ല ലോഞ്ച് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒപ്പം ഐപാഡ് മിനി, ആപ്പിൾ വാച്ച് 7 ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ iPhone 13 സീരീസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് അപ്ഗ്രേഡ്, എത്രത്തോളം നന്നായിട്ടുണ്ട്, ഇതിലേക്ക് iPhone 12 ഉള്ളവർ അപ്ഗ്രേഡ് ചെയ്യണോ, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസിന് ഒരു ചെറിയ പരിഹാരം അല്ലെങ്കിൽ അതിനൊരു ചെറിയ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചുരുക്കി പറയാം. iPhone 13 ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ അത് 13 മാത്രമല്ല, 13 മിനി കൂടി കൂട്ടി കണക്കാക്കിയാൽ അത് രണ്ടിലും കൂടെ നമുക്ക് OLED ഡിസ്പ്ലേ 6.1 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ് 13-ൽ. മിനിയിലാണെങ്കിൽ 5.4 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ്, OLED ഡിസ്പ്ലേ ആണ്. ഈ രണ്ട് ഡിസ്പ്ലേകളിലും നമുക്ക് കൂടിയ റീഫ്രഷ് റേറ്റ് ഒന്നും വരുന്നില്ല. ബട്ട് പ്രോയിലും പ്രോ മാക്സിലും നമുക്ക് കൂടിയ റീഫ്രഷ് റേറ്റ് ഉണ്ട്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ്. അത് ഡൈനാമിക് ആണ്. ആപ്ലിക്കേഷനുകൾക്കനുസരിച്ചും സ്പീഡിനനുസരിച്ചും കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. എന്തായാലും കൂടിയ റീഫ്രഷ് റേറ്റ്, മാക്സിമം റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 120 ഹെർട്സ് ആണ്. സോ കൂടിയ റീഫ്രഷ് റേറ്റ് ഉള്ള പ്രോ മോഷൻ ഡിസ്പ്ലേ ആണ് നമുക്ക് iPhone 13 പ്രോയിലും പ്രോ മാക്സിലും വരുന്നത്. സെറാമിക് ഷീൽഡിന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ എല്ലാ മോഡലുകളിലും വരുന്നുണ്ട്. എങ്കിലും ഈ കൂടിയ റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് കൂടിയ മോഡലുകളിൽ, പ്രോ മോഡലുകളിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഈ 13 മിനി ഫോണുകളിൽ വരുന്നെങ്കിൽ, നമ്മുടെ കൂടിയ പ്രോ മാക്സിലൊക്കെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ബിൽറ്റാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് പക്ക പ്രീമിയം ലെവലിൽ നിൽക്കും. മുമ്പത്തെ 12 മോഡലുകൾ വെച്ച് നോക്കിയാൽ ഇവിടെ വേറെ ഡിസൈനിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. നോച്ച് ഒന്ന് ചെറുതായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. ഈ ഫോണുകളുടെ തിക്നെസ്സും വെയിറ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 13 മിനിയിലേക്ക് വരുമ്പോൾ 140 ഗ്രാം വെയിറ്റ് ആണ്. അതേപോലെ തന്നെ 13-ൽ 173 ഗ്രാം ആണ് വരുന്നെങ്കിൽ പ്രോയിൽ നമുക്ക് 203 ഗ്രാം വരുന്നുണ്ട്. പ്രോ മാക്സിൽ 238 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. സോ പ്രോ മാക്സ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ഫോണായിരിക്കും കേട്ടോ. 7.65 mm ആണ് ഈ എല്ലാ ഫോണുകളിലും തിക്നെസ് വരുന്നത്. സോ സ്ലിം ആണ്, ബട്ട് പ്രോ മാക്സ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ഫോണായിരിക്കും. ബാക്കി 13-ഉം 13 പ്രോയും ഒക്കെ ഒരു ഡീസെന്റ് ലെവലിൽ നിൽക്കും. 13 മിനി ലൈറ്റ് വെയിറ്റ് ആണ്. കൂടുതൽ IP68 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനങ്ങളും വരുന്നുണ്ട്. സോ ഡിസൈൻ വൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെയാണ് ഫോൺ ഇരിക്കുന്നത്. 12 സീരീസ് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് ഡിസൈനിൽ പുതിയതായിട്ടുള്ള ഒരു അനുഭവം ഒന്നും കിട്ടാനില്ല. ബട്ട് അത് തീർച്ചയായിട്ടും നല്ല ഡിസൈൻ ആണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ കൂടിയ റീഫ്രഷ് ആയിട്ടുള്ള ഫോൺ വരും എന്നുള്ള എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രോ മാക്സിൽ കൂടിയ റീഫ്രഷ് റേറ്റ് ഉണ്ട്. അതാണ് ഇവിടെ കാര്യമായ ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ സീരീസിൽ വന്നിരിക്കുന്ന അടുത്ത അപ്ഗ്രേഡ്, എല്ലാ മോഡലുകൾക്കും ഒരുപോലെ വന്നിരിക്കുന്ന അപ്ഗ്രേഡ് എന്ന് പറയുന്നത് A15 ബയോണിക് ചിപ്സെറ്റ് ആണ്. 50% കോമ്പറ്റീഷൻ പ്രോസസ്സറുകൾ, അത് ഏത് ബ്രാൻഡിൻ്റെ ഏത് പ്രോസസ്സർ എടുത്താലും അതിനേക്കാളൊക്കെ ഉപരി ഫാസ്റ്ററാണ് ഇതിൻ്റെ GPU 30% ഫാസ്റ്ററാണ്. കോമ്പറ്റീഷൻ അത് ഏത് സ്നാപ്ഡ്രാഗൺ 888 പ്ലസ് എന്ത് നിങ്ങൾ എടുത്താലും 30% ഫാസ്റ്റർ GPU ഇതിനകത്ത് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പുതിയ ISPയും പുതിയ ഡിസ്പ്ലേ എഞ്ചിനും ഒക്കെ കൂടി ഉൾപ്പെടുത്തി ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ തരുമെന്നാണ് പറയുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സർ അപ്ഗ്രേഡ് ചെയ്ത് വരാറുള്ളത്. തീർച്ചയായിട്ടും അതിൽ നമുക്ക് വിശ്വസിക്കാം. നല്ലൊരു പെർഫോമൻസ്, ഒരു നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ് നമുക്ക് A15 ബയോണിക് ചിപ്സെറ്റ് ഉള്ള ഈ 13 സീരീസ് ഫോണുകളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്ലസ് ആ പറഞ്ഞ പ്രൊമോഷൻ ഡിസ്പ്ലേ, ഈ പ്രോ വേരിയന്റുകളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പ്രൊമോഷൻ 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും ഈ പവറും കൂടി ചേരുമ്പോൾ ഗെയിം കളിക്കാനൊക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കിടിലൻ അനുഭവമായിരിക്കും. പിന്നെ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രത്യേകം ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമാണ്, ഓൾ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഓൺ ടൈമിന് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, ഓൺ ടൈമിന് വീഡിയോസ് കാണാനും സാധിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ ക്യാമറ ഹൈലൈറ്റഡ് ആണ്. 13-ലും 13 മിനിയിലും നമുക്ക് 12 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറ, അതായത് 12 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ, പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ, അത് നോർമലി 2 വരുന്നുണ്ട്. 2x ഒപ്റ്റിക്കൽ സൂമൊക്കെയാണ്. ഫ്രണ്ടിൽ 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ. പ്രോ മാക്സിലാണെങ്കിൽ ടെലിഫോട്ടോ ലെൻസ് കൂടി എക്സ്ട്രാ വരും. ലൈഡാർ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. സോ അത് ഇത്തിരി നെക്സ്റ്റ് ലെവലാണ്. ഈ സീരീസിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സിനിമാറ്റിക് മോഡാണ്. സിനിമാറ്റിക് മോഡ് എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് ഇതിനകത്ത് 4K 24, 30, 60 ഫ്രെയിം പെർ സെക്കൻഡ് ഒക്കെ ഉണ്ട്. ഡോൾബി വിഷൻ ഉണ്ട്, HDR വീഡിയോസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കൂടാതെ പുതിയതായിട്ട് സിനിമാറ്റിക് മോഡും വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ സിനിമയൊക്കെ നമ്മൾ കാണുമ്പോൾ പറയാം, അപ്പോൾ ഒരു നായകൻ ഡയലോഗ് പറയുന്നുണ്ടെങ്കിൽ അയാളുടെ മുഖത്തേക്കായിരിക്കും ഫോക്കസ്. അദ്ദേഹം തിരിഞ്ഞ് മറ്റുള്ളവരെ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫോക്കസ് അവരുടെ മുഖത്തേക്ക് പോകും, അദ്ദേഹത്തിൻ്റെ മുഖത്ത് മാറും. തിരിച്ച് നായകൻ വീണ്ടും തിരിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഫോക്കസ് വരികയും ചെയ്യും. ഇത് ക്യാമറയിൽ ഡിജിറ്റലായിട്ട് ചെയ്യുന്നതാണ്. അവർ അവിടെ നിന്ന് മാനുവലായിട്ട് ക്യാമറാമാൻ ചെയ്യുന്നതാണ്. ബട്ട് ഈ ഫോണിൽ നിങ്ങൾക്ക് ആ ഒരു സംഗതി AI ലെവലിൽ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു സാമ്പിൾ കാണാം. മുമ്പിൽ നിൽക്കുന്ന കഥാപാത്രത്തിനെ ഫോക്കസ് ചെയ്യുന്നു, അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ എവിടേക്കാണോ നോക്കുന്നത്, ആരെയാണോ നോക്കുന്നത്, അവരുടെ മുഖത്തേക്ക് ഫോക്കസ് പോകുന്നത് നമുക്ക് കാണാം. ഈ രീതിയിൽ ഫോക്കസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ സീനിൽ നമ്മൾ എങ്ങോട്ട് നോക്കുന്നു, എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനനുസരിച്ച് കൊണ്ട് ഫോക്കസ് ഓട്ടോമാറ്റിക്കലി മാറുന്ന ഒരു കിഡിലൻ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു നെക്സ്റ്റ് ലെവൽ സംഭവമാണ്.
നോർമലി വ്ളോഗേഴ്സിനൊക്കെ അടിപൊളി ഒരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഒരു സംശയമില്ല. നോർമൽ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാം ഫോക്സിൽ വേണ്ടുന്ന സീനുകൾ എടുക്കുന്ന സമയത്ത് HDR അല്ലെങ്കിൽ ഡോൾബി വിഷനോ 4K 60 ഫ്രെയിം പെർ സെക്കൻഡോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിനൊക്കെ സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷനും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോർമൽ വീഡിയോസ് എടുക്കാം. ഇത്തരത്തിൽ സിനിമാറ്റിക് മൂവ്മെന്റുകൾ ആവശ്യമുള്ളപ്പോൾ ഈ സിനിമാറ്റിക് മോഡും ഉപയോഗിക്കാം. ഒരു കിഡിലൻ ക്യാമറ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ക്യാമറ അപ്ഗ്രേഡ് എന്ന് പറയാം iPhone 12 ഈ സംവിധാനങ്ങളെ. സോ തീർച്ചയായിട്ടും ക്യാമറ ഒരു നല്ല സെറ്റപ്പാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ചതിന് ശേഷം പർച്ചേസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെയൊക്കെ ആക്യുറസി എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് റിവ്യൂസ് കണ്ടു നോക്കുക. റിവ്യൂസിൽ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇത് എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. കാരണം ഈ ഒരു ഓട്ടോമാറ്റിക്കലി AI അത് ഞാൻ ഇത്തിരി എക്സൈറ്റഡ് ആണ് ഇത് എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കും. പിന്നെ ഇതിൽ സ്ലോ മോഷൻ ഫുൾ HDയിൽ തന്നെ 120 ഫ്രെയിം പെർ സെക്കൻഡും 240 ഫ്രെയിം പെർ സെക്കൻഡും ഒക്കെ ഷൂട്ട് ചെയ്യാം. നോർമലി HEVC അതേപോലെ H.264 തുടങ്ങിയ ഫോർമാറ്റുകളുണ്ട്. പ്രോ മാക്സിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യം ലൈഡാർ ഞാൻ പറഞ്ഞ പോലെ അത് പ്രോ മാക്സിൽ മാത്രമേ ഉള്ളൂ. നൈറ്റ് മോഡിൽ തന്നെ പോർട്രേറ്റ് എടുക്കാൻ കഴിയും പ്രോ മാക്സിൽ. അതേപോലെ തന്നെ റോ പറയുന്ന ഫീച്ചറൊക്കെ നമുക്ക് പ്രോ മാക്സിലാണ് കിട്ടുക. അതേപോലെ തന്നെ ProRes എന്ന് പറയുന്ന ഹൈ ക്വാളിറ്റി വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് iPhone 13 പ്രോയിലും പ്രോ മാക്സിലും സാധിക്കും. അത് ലേറ്റർ ഈ കുറച്ച് നാൾക്ക് ശേഷം അപ്ഡേറ്റിലൂടെ വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ProRes എന്ന് പറയുന്നത് ഒരു ഹൈ ക്വാളിറ്റി സംഭവമാണ്. ആ ലെവലിൽ വീഡിയോ എടുക്കാനുള്ളൊരു സംവിധാനവും ഇതിലേക്ക് വരുമെന്ന് ലീക്കുകൾ വഴി നമ്മൾ മുമ്പേ അറിഞ്ഞതാണ്. ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴേക്ക് കറൻ്റ്ലി ഉണ്ടാവില്ല, കുറച്ച് കഴിയുമ്പോൾ അപ്ഡേറ്റിലൂടെ വരുമെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും കിട്ടില്ല സെറ്റപ്പാണ് ഇതിൻ്റെ ക്യാമറ. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കി കഴിഞ്ഞാൽ iPhone 13 മിനി മുമ്പത്തെ 12 മിനിയേക്കാൾ 1.5 മണിക്കൂർ കൂടുതൽ ബാറ്ററി ലൈഫ് തരും. അതേപോലെ 13 ആണെങ്കിൽ 12നേക്കാൾ 2.5 മണിക്കൂർ കൂടുതൽ ബാറ്ററി ലൈഫ് തരും. പ്രോ വേരിയന്റുകളുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. 12 പ്രോയേക്കാൾ 1.5 മണിക്കൂർ കൂടുതൽ ബാറ്ററി ലൈഫ് 13 പ്രോയിൽ കിട്ടും. 12 പ്രോ മാക്സിനേക്കാൾ 2.5 മണിക്കൂർ കൂടുതൽ ബാറ്ററി ലൈഫ് 13 പ്രോ മാക്സിൽ കിട്ടും. സോ ബാറ്ററി ലൈഫിൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ആവറേജ് ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ബെറ്റർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഓൾറെഡി 12 സീരീസ് ഇത്തിരി ബെറ്റർ ആയ ബാറ്ററി ലൈഫ് തരുന്നുണ്ടായിരുന്നു. 13 സീരീസ് അതിനേക്കാൾ ബെറ്റർ ആണെന്നാണ് പറയുന്നത്. 1.5-2.5 മണിക്കൂറിന്റെ വ്യത്യാസം. തീർച്ചയായിട്ടും നല്ല ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഫൈനലി ഈ ഫോൺ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമേഴ്സിന് കൂടിയ റിഫ്രഷ് റേറ്റും ഹൈ പെർഫോമൻസും ഉള്ളതുകൊണ്ട് തന്നെ ഗെയിം കളിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഏത് തരത്തിലുള്ള ഗെയിം ആണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ ഈ ഒരു ഡിവൈസിന് കഴിയുമെന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. റിവ്യൂസ് കണ്ടു നോക്കുക. അതേപോലെ തന്നെ ക്യാമറ കൂടുതൽ താല്പര്യമുള്ളവരാണെങ്കിലും കൂടുതൽ വ്ളോഗേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ക്യാമറ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ക്യാമറയിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിലും ഹൈ എൻഡ് സെറ്റപ്പാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ്. സോ ടോട്ടലി ഈ രണ്ട് മേഖലകൾ ഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളതും കുഴപ്പമില്ല. ഡിസൈനും ഡിസ്പ്ലേയും ഒക്കെയാണ് ഇത്തിരി പഴയ മോഡൽ 12 സീരീസിൻ്റെ പോലെ തന്നെ നിൽക്കുന്നത്. ബട്ട് ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സോ നന്നായിട്ടുണ്ട്. ഇനി പ്രൈസ് എത്രയാണ്? മിനിയുടെ പ്രൈസ് നോക്കിയാൽ 128 GB 70,000 രൂപയാണ്. 256 GB 80,000, 512 GB 1,00,000. iPhone 13 വില 128 GB 80,000, 256 90,000, 512 1,10,000. ഇനി iPhone 13 പ്രോയുടെ പ്രൈസ് നോക്കിയാൽ 128 1,20,000, 256 1,30,000, 512 1,50,000, 1 TB വേരിയന്റ് വരുന്നുണ്ട്, അതിന് 1,70,000. പ്രോ മാക്സിന്റെ പ്രൈസ് നോക്കിയാൽ 128 GB 1,30,000 ആണ്, 256 GB 1,40,000, 512 GB 1,60,000, 1 TB 1,80,000. 2 ലക്ഷം മുട്ടിയില്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു 2 ലക്ഷം മുട്ടുമെന്ന്. അടുത്ത വെർഷനിൽ iPhone 14 ഉറപ്പായിട്ട് മുട്ടും. സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. സോ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യാം. iPhone 11 ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. ബട്ട് അത് 13 സീരീസ് മോശമായതുകൊണ്ടല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് കുറവായതുകൊണ്ടാണ് സത്യാവസ്ഥ. അത് സത്യം ഫ്രാങ്കായിട്ട് പറയുവാണ്. പിന്നെ മാത്രമല്ല എൻ്റെ കയ്യിൽ ഫ്ലിപ്പൊക്കെ ഇരിക്കുന്നുണ്ട്, ഗാലക്സി ഫ്ലിപ്പ്. നെറ്റ്വർക്ക് റിസപ്ഷനാണ്. സാധാരണഗതിയിൽ നമ്മുടെ ബെഡ്റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് വളരെ കുറവാണ്. ഇത് സിഗ്നൽ കട്ടായി കിടക്കും. ഓപ്പോയോ ഐഫോണൊക്കെ ആണെങ്കിൽ ഒരു കട്ടയെങ്കിലും കിട്ടാറുണ്ട്. ബട്ട് ഇത് കട്ടാവുന്നുണ്ട്. എന്നാൽ പോലും ഒരു പുതിയ ടെക്നോളജി അല്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പുതിയ ടെക്നോളജി യൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. ഇനി ഫോൾഡും കൂടി വരുന്നുണ്ട്. സോ ഈ ഒരു വർഷം ഫോൾഡും ഫ്ലിപ്പൊക്കെ ആയിട്ട് അങ്ങനെ പോട്ടെ. iPhone 14 എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇത്തിരി വ്യത്യസ്തമായൊരു ഫോണാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം, കണ്ടു നോക്കുക. ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണ്, പക്ഷേ iPhone 14 ഇത്തിരി ഡിഫറൻ്റ് ആയ ഫോണാണ്. ഫ്ലിപ്പാണ് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഈ വർഷം ഡിപ്പെൻഡ് ചെയ്യാൻ. സോ അതെങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്, കണ്ടു നോക്കാൻ മറക്കണ്ട. എൻ്റെ സ്ക്രീനിൽ വരും. എന്തായാലും ഈ ഫ്ലിപ്പിൻ്റെ യൂസ്ഡ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ ഞാനൊരു ഫുൾ റിവ്യൂ ചെയ്യുന്നുണ്ട്, മറക്കാതെ കാണുക. അപ്പോൾ നമ്മുടെ iPhone 13 സീരീസിൻ്റെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണൊക്കെ പ്രത്യേകം എനേബിൾ ചെയ്ത് വയ്ക്കാം. സോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.